ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? നമുക്കറിയാം, കുത്തിത്തിരിപ്പുകൾ, പ്രശ്നങ്ങൾ, കോൺട്രവേഴ്സീസ് ഒക്കെ പോക്കറ്റ് നിറച്ച് വന്നേക്കായിരിക്കും. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഇല്ല, ഞാൻ ഒന്ന് നന്നായി ഞാൻ കുറച്ച്. ഇല്ല സർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്, 100% സൽസ്വഭാവി. മമ്മൂക്കാനെ ഈ ഇടയ്ക്ക് ഒന്ന് കളിയാക്കിയോ? നീ ശരിയാവില്ല. കളിയാക്കിയതില്ല, എനിക്ക് അങ്ങനെ തോന്നി. മമ്മൂക്കാനെ കളിയാക്കി. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നി. അജുവൊക്കെ അത്രയ്ക്കും കുത്തിത്തിരിപ്പ് വന്നില്ലല്ലോ എനിക്ക് തോന്നി അജു വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. ഇത്രയും വളർന്ന മമ്മൂക്കാനെ കളിയാക്കാൻ മമ്മൂക്കാടെ ഒരു വീഡിയോ മൊബൈലിൽ എടുത്തിച്ച് അഭിനയിക്കും. മമ്മൂക്കാക്ക് അഭിനയിച്ച പോലെ അഭിനയിച്ച്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. സ്റ്റെപ്പൊക്കെ ഇറങ്ങി ആ പാട്ട് സീനൊക്കെ കാണിച്ച് എനിക്ക് തോന്നിയ അജു ഒരു അഹങ്കാരിയായി മാറി മമ്മൂക്കാനെ കളിയാക്കിയായി എനിക്ക് തോന്നിയത്. എന്ത് കറക്റ്റ്? ഒരു കറക്റ്റും ഇല്ല. എന്ത് വലിയ കണ്ടുപിടുത്തം അയാൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ കണ്ടുപിടുത്തം ഏതെങ്കിലും ബുക്ക് സ്റ്റാളിന് അയച്ചു കൊടുത്താൽ തനിക്ക് നോബൽ സമ്മാനം കിട്ടും. ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് മര്യാദയ്ക്ക് തോന്നിയുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. അതാ ഞാൻ ചോദിച്ചു. അജുന അത് ദേഷ്യം. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, എനിക്ക് ദേഷ്യമല്ല. ഞാൻ പറഞ്ഞു, ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോ പച്ച കളറാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാത്രം ചുമന്ന കളറാന്ന് തോന്നുന്ന കാര്യമില്ലല്ലോ. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. അങ്ങനെയല്ല അജു പറഞ്ഞു. അജു ഞാനത് എന്റെ വീട്ടിലിരുന്ന് കണ്ടു. ഞാൻ കാണുമ്പോ ആ സ്റ്റെപ്പ് ഇറങ്ങുന്നത് മമ്മൂക്കാടെ എക്സ്പ്രഷൻ ഒന്നുമില്ല പിടിക്കണം. അപ്പൊ മമ്മൂക്കാനെ കളിയാക്കുന്നില്ല. എനിക്ക് തോന്നിയില്ല എന്താ തെറ്റ്. ഐ ആം സോറി, എക്സ്ട്രീംലി സോറി. ഇറ്റ്സ് ഓക്കേ. ഞാൻ ഇറ്റ്സ് ഓക്കേ അല്ലെങ്കിലോ? പ്ലീസ്. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാന്ന് നോക്കണ എന്തിനാ? തെറ്റൊന്നും ആ ചോദ്യം അജുന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചോദ്യത്തോട് എനിക്ക് വിയോജിപ്പില്ല, പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ടായി. എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണ്? തിന്നട്ടെല്ലിന്റെ കുത്തൽ. പക്ഷെ ഈ ചോദ്യം വളരെ അപ്രസക്തമാവും, അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് അതിന് വേറൊരു മാനം കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിന് ആവശ്യമില്ലല്ലോ. അത് നല്ലതെന്ന് എനിക്ക് തോന്നിയാലേ മാനം കൊടുക്കാൻ പറ്റുള്ളൂ. ഇയാൾക്ക് എന്താണ് വയ്യേ? അയ്യേ, പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. വേറെ ചോദ്യങ്ങളിലോട്ട് വരുമ്പോ അതല്ല, ഒരു കാര്യം പറയുമ്പോ അത് അജു പറഞ്ഞാൽ അതിന്റെ വേറെ രീതിക്ക് എടുക്കുക. പാർവതി, ഇവൻ എന്റെ കൈ കൊണ്ട് തന്നെ ചാകുന്ന ലക്ഷണമാ. നിനക്ക് പൊലകുളിയും തമാശയില്ലോടാ. ഇതൊക്കെയാണ് അജുവിന് ചിലപ്പോ അഹങ്കാരം എന്ന് ആളുകൾ പറയുന്നത്. അതിപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏട്ടാ. നീ കേറി കേറി എങ്ങോട്ടേ പോണത്? അതെ, നിന്റെ തൊഴുത്തിക്കുത്തു സ്വഭാവത്തിന് അടി ആരൊക്കെയാണ് ഓങ്ങി വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.